ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. എൽ ക്ലാസിക്കോ മത്സരത്തിന് മുന്നേ ലാമിൻ യമാൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതായത് റയൽ മാഡ്രിഡ് കള്ളത്തരം കാണിക്കും, എന്നിട്ട് അവർ തന്നെ കിടന്ന് പരാതി പറയും, അതല്ലെങ്കിൽ അവർ തന്നെ കിടന്ന് മോങ്ങും എന്നായിരുന്നു ലാമിൻ യമാൽ പറഞ്ഞിരുന്നത്. ഇത് വലിയ വിവാദമായി. അതേ തുടർന്നാണ് എൽ ക്ലാസിക്കോയിൽ വലിയ വിവാദ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡ് കള്ളന്മാരാണ് എന്ന് ലാമിൻ യമാൽ ആരോപിച്ചത് അത് റയലിന്റെ താരങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും റയൽ മാഡ്രിഡ് താരങ്ങൾ അതിനൊരു മാപ്പ് നൽകില്ല, അതല്ലെങ്കിൽ പൊറുക്കില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രൊഫഷണൽ താരത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യമാൽ നടത്തിയിട്ടുള്ളത്. അതായത് റയൽ മാഡ്രിഡ് കള്ളത്തരം കാണിച്ചുകൊണ്ട് വിജയിക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു താരത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മെസ്സി, ചാവി, ഇനിയേസ്റ്റ തുടങ്ങിയ ഒരുപാട് ലെജൻഡുമാർ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അവരാരും തന്നെ എതിരാളികളെ ഇങ്ങനെ അപമാനിച്ചിട്ടില്ല എന്നാണ് മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റയലിന്റെ താരങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മൊറീഞ്ഞോയും ഗോർഡിയോളയും ഉണ്ടായിരുന്ന ആ ഒരു സമയത്തായിരുന്നു റയലും ബാഴ്സയും തമ്മിലുള്ള ആ ഒരു ചിരവൈര്യത അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയിരുന്നത്. ആ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ബഹുമാനമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ആരും നടത്തിയിരുന്നില്ല. പക്ഷെ യമാൽ നടത്തിയത് അതിര് വിട്ടുപോയി. അതിനൊരിക്കലും റയൽ മാഡ്രിഡ് താരങ്ങൾ പൊറുക്കില്ല, ഇതുവരെ പൊറുത്തിട്ടില്ല എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലാമിൻ യമാലിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് അതിര് വിട്ടിട്ടുണ്ട്. അത് റയലിന്റെ താരങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനൊരു മാപ്പ് നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.